കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്തേ മാഡം. നമസ്കാരം. കോഫി കുടിച്ചോ? കുടിച്ചു മാഡം. ഇരുന്നോളൂ. മകന്റെ കല്യാണാലോചനയ്ക്ക് വേണ്ടി കുറച്ച് ഫോട്ടോസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നിമിഷം. ഭാവി മരുമകളുടെ ഫോട്ടോസ് കാണുന്നതിന് മുൻപ് ഈ വീടിന്റെ അന്തസ്സിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് രണ്ടു വാക്ക് പറയാനുണ്ട്. ഈ വീട്ടിലേക്ക് ഞാൻ മരുമകളായി വന്നപ്പോൾ എന്റെ അമ്മാവൻ എന്നോട് ഒന്നേ പറഞ്ഞുള്ളൂ, കാശാണെങ്കിൽ അത് ബ്യൂറോയ്ക്കുള്ളിൽ പൂട്ടിവെക്കണം, അതേ സ്ഥാനത്ത് അന്തസ്സിനെ പൂട്ടിവെക്കാനാകില്ല. ഈ വീടിന്റെ പ്രൗഢി കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം വിശ്വാസത്തോടെ താക്കോൽ എന്നെ ഏൽപ്പിച്ചു. ഇതാണ് എന്റെ അമ്മാവൻ, ഈ കുടുംബത്തിന്റെ കാരണവർ. പ്രണാമം. അന്നു മുതൽ ഇന്നുവരേക്കും ഈ കുടുംബത്തിന്റെ പേരിനും പ്രശസ്തിക്കും അന്തസ്സിനും ആഭിജാത്യത്തിനും യാതൊരു ഭംഗവും വരുത്താതെ നടത്തിക്കൊണ്ടുവന്നു ഞാൻ. ഇതാണ് എന്റെ മകൻ. എന്റെ ഒരേ ഒരു അവകാശി കൈലാഷ് വർമ്മ. അവനാണ് എനിക്കെല്ലാം. ഞാൻ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഓരോന്നിന്റെയും പ്രതിരൂപം. ഇപ്പോൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇവനുള്ള വധുവിനെയാണ്, ഈ വീടിന്റെ മരുമകൾ. അമ്മേ, ഈ ദിവസം വളരെ നല്ലൊരു ദിവസമാണ്. എന്റെ മനസ്സിലുള്ള കാര്യം അച്ഛനോട് പറയാനുള്ള ധൈര്യം എനിക്ക് തരൂ പ്ലീസ്. സഖി നിൻ കൺമുനകളിൽ നിൻ പാൽ പുഞ്ചിരിയിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം സ്നേഹം. പ്രിയനേ, നിൻ ഹൃദയതാളത്തിൽ നിൻ പൊൻവാക്കുകളിൽ ഞാൻ
ദാ ചായ എടുത്തോളൂ. കൃഷ്ണമൂർത്തി സാറിന് എന്റെ പിറന്നാൾ ആശംസകൾ. വളരെ നന്ദി സുമതി. ആ സുജാത മാഡം. തന്നേക്കൂ. ശരി, പോയി ഫ്രഷ് ആയിട്ട് വരൂ. സൂപ്പർ, അടിപൊളി. ഈ പ്രിയങ്ക കൈവച്ച ഏതൊരു കാര്യവും അടിപൊളിയായിട്ട് മാറും. ആക്ച്വലി പ്രിയങ്ക എന്ന ഈ ഞാൻ ഒരു അത്ഭുതം തന്നെയാണ്. പ്രിയ, അച്ഛാ, ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. താങ്ക് യു മോളെ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ഇനി Thank വന്ന് you. അച്ഛനോട് നിൽക്ക്. എന്താ മോളെ ഇത്? അത് അച്ഛന് ദൃഷ്ടി ഒഴിയാൻ വേണ്ടിട്ടാ. അതെയോ? അയലത്തെ ദൃഷ്ടി, സ്നേഹിതരുടെ ദൃഷ്ടി, അമ്മയുടെ ദൃഷ്ടി, ചേച്ചിയുടെ ദൃഷ്ടി, ഒരു ദൃഷ്ടി എന്റെ അച്ഛനെ ഏക്കരുത്. ഞങ്ങളുടെ ദൃഷ്ടിയോ? ആ അതെ, നോക്ക്, എന്റെ അച്ഛന് നിങ്ങളുടെ ദൃഷ്ടിയാ കൂടുതല്. ഇവളെ പിങ്കി എന്നല്ല വിളിക്കേണ്ട, മങ്കിന്നാ. അച്ഛാ, എന്റെ അച്ഛൻ എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കണം. താങ്ക് യു മോളെ. വാ അച്ഛാ, ഞങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും മോളെ. ഭഗവാന്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങള് അച്ഛനും അമ്മയും മാത്രമല്ല, നമ്മുടെ ദൈവവും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ അനുഗ്രഹിക്കണം. ഈ പിങ്കിയാളും ഇടിക്കേട്ടോ. കുമാരസ്വാമി ലോകം മുഴുവൻ ചുറ്റി വരുന്നതിന് മുന്നേ ഗണപതി അച്ഛനെ അമ്മയെ പ്രദക്ഷിണം വെച്ചതുപോലെ അവളുടെ ചിന്ത മുഴുവനും അവളുടെ അച്ഛനെ ചുറ്റിപ്പറ്റി തന്നെയാ. അച്ഛനെ ചുറ്റിപ്പറ്റി തിരിയുന്നതൊക്കെ ഓക്കെ, പക്ഷേ നമ്മളെ തള്ളി മാറ്റിയല്ലേ അവള് തിരിയുന്നത്. അയ്യോ, തള്ളി മാറ്റുന്നവരെ നോക്കി നിൽക്കാതെ നിങ്ങളായിട്ട് മാറി തന്നാ എന്റെ ജോലി എളുപ്പാവില്ലേ? അച്ഛാ, ഡെക്കറേഷനൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട് മോളെ. നീ ചെയ്ത അലങ്കാരത്തിനെ കുറിച്ച് കുറ്റം പറയാൻ ആർക്കാ ധൈര്യമുള്ളത്? വളരെ നന്നായിട്ടുണ്ട് മോളെ. ആ, പുളുവടിക്കാൻ അവളും വിശ്വസിക്കാൻ നിങ്ങളും. രാധിക രാത്രി കഷ്ടപ്പെട്ട് ഇത് ചെയ്തപ്പോ അവസാനം സ്വന്തം പേര് മാത്രം അവിടെ എഴുതി വെച്ച് ക്രെഡിറ്റ് മൊത്തം അവള് കൊണ്ടുപോയി. നോക്ക്, എങ്ങനെ പഠിച്ചു എന്നല്ലമ്മേ, എത്ര മാർക്ക് വാങ്ങി, അതാണ് പോയിന്റ്. നീ ഒന്ന് മതിയാക്ക്, ഞങ്ങളെ ആശീർവദിക്കോ അച്ഛാ. ദീർഘായുഷ്മാൻ ഭവ. ഉടൻ തന്നെ നല്ല വിവാഹ ജീവിതം ഉണ്ടാകട്ടെ രാധിക മോളെ. എന്താ ഇത്? ഉടൻ തന്നെ വിവാഹ ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോ നാണം വരുന്നുണ്ടല്ലോ. ഒച്ച വെക്കാതെ. ഒച്ച വെച്ചാലും ഇല്ലെങ്കിലും ചേച്ചിയുടെ മുഖം നല്ലപോലെ ചുവന്ന് തൊടുത്തിട്ടുണ്ട്. മതി മതി അച്ഛാ, ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ഗോഡ് ബ്ലെസ് യു ഡിയർ അച്ഛാ. എനിക്ക് ആദ്യം വേണം അച്ഛാ. എനിക്ക് ആദ്യം താ അച്ഛാ. എനിക്ക് ആദ്യം താ അച്ഛാ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ഡാഡി. താങ്ക് യു മോളെ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. അച്ഛാ, നമുക്കൊരു സെൽഫി എടുത്താലോ? ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കാതെ ഫ്രീ ആയിട്ട് നിൽക്ക്. പിന്നെങ്ങനെ വേണ്ടേ? ആ, എന്താ ഇതൊക്കെ? അല്ലല്ല, ഇങ്ങനെ ചിരിച്ചു നിൽക്ക്. സ്മൈൽ. നിങ്ങളുടെ അമ്മാവനാ? അമ്മാവാ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നോ?
അടിച്ചു പൊളിക്കാൻ ഞങ്ങൾ ഇത് പുറപ്പെട്ടു കഴിഞ്ഞു. അതിനെന്താ മോളെ, നിന്റെ വികൃതികൾ കാണാൻ ഞങ്ങൾ കാത്തിരിക്കല്ലേ. നമ്മൾ ഇന്ന് രാത്രി തന്നെ പുറപ്പെടും അമ്മാവ. അളിയാ, ഞാൻ താലി പൂജിക്കാനായിട്ട് അമ്പലത്തിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. വന്നവിടെ ഞാൻ ഇവരുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്കാം. അതെല്ലാം ശരിയാളിയാ. എന്താന്ന് വെച്ചാല് നിങ്ങൾ മാത്രം പെട്ടെന്ന് വരാൻ നോക്കണം. കൃത്യസമയത്ത് വന്നിരിക്കും അളിയാ. ശരിയളിയാ. അച്ഛൻ ഇന്ന് നല്ല ഹാപ്പി മൂഡിലാ ഉള്ളത്. ഇതാ പറ്റിയ സമയം. അച്ഛന്റെ കൂടെ പോകുമ്പോ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും പറയണം. എങ്ങോട്ടേക്കാ? പുറത്തേക്ക്? അതെ, പുറത്ത് എങ്ങോട്ടേക്കാന്ന്. പുറത്തു പോകുമ്പോ എവിടേക്കാണെന്ന് ചോദിക്കരുത്. ഓഹോ, അതെയോ? നീ പുറത്തേക്ക് പോവുകയാണെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോവാണെന്ന് നീ പറയണ്ടേ? ഇത് രാധികയുടെ വണ്ടിയാണെന്ന് നിന്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. ആ ശരി ശരി, നീ പുറപ്പെട്ടോ. ഞാനും അച്ഛനും കൂടി നടന്നു വന്നോളാം. നീ വേണമെങ്കിൽ നടന്നോ. അച്ഛനെ എന്തിനാ നടത്തിക്കുന്നേ? വരൂ അച്ഛാ, അച്ഛനെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. എന്തിനാ മോളെ? അമ്പലം ഇവിടെ വളരെ അടുത്ത് തന്നെയല്ലേ. ആ നീ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോ. പ്രിയങ്ക, നീ പൊയ്ക്കോളൂ. ഞാനും അച്ഛനും കൂടി നടന്നു വന്നോളാം. വണ്ടിയിലെ സ്ഥലം ഉള്ളപ്പോ രണ്ടുപേരും നടന്നു പോവാന്നോ? അച്ഛനിങ്ങ് വന്നേ. ഇവിടെ ഇതും പറയും ഇതിനപ്പുറവും പറയും. ഞാൻ അച്ഛനെ ഡ്രോപ്പ് ചെയ്തിട്ട് പൊക്കോളാം. വാ അച്ഛാ. മോളെ, ഇവിടെ വിടുന്ന ലക്ഷണമില്ല. ശരി, വാ. ബൈ. ബൈ മോളെ. ഇതിനേക്കാളും നല്ലൊരു അവസരം മറ്റൊരു ദിവസം കിട്ടാതിരിക്കില്ല. പ്രിയ, ഇവിടെ ഒന്ന് നിർത്തിയ മോളെ. ആ, ഇവിടെയോ? ആ. ഞാൻ അവിടെ ഇറക്കാം അച്ഛാ. വേണ്ട മോളെ, അവിടെ ഇറക്കിയിട്ട് നീ എന്തിനാ തിരിച്ചു വരുന്നേ? ഇവിടുന്ന് ഞാൻ നടന്നു തന്നെ പൊയ്ക്കോളാം. നീ പൊയ്ക്കോ. ശരി അച്ഛാ, ആ. സൂക്ഷിക്കണേ. നീ കട്ട് ചെയ്യേ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അയ്യോ സോറി അങ്കിൾ, ഞാൻ ശ്രദ്ധിച്ചില്ല. ആരും മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യില്ലല്ലോ മോനെ. അത് ഫോണിൽ സംസാരിച്ചോണ്ട് വന്നപ്പോ ബൈ മിസ്റ്റേക്ക് വണ്ടി അറിയാതെ കുഴിയിലായിപ്പോയി അങ്കിൾ. എന്റെ ഭാഗത്തും തെറ്റുണ്ട് മോനെ. വണ്ടി പോകുന്ന സ്ഥലമല്ലേ. ഈ കുഴിയുടെ അടുത്തൂടെ ഞാനും നടക്കാൻ പാടില്ലായിരുന്നു. അല്ല അങ്കിൾ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാം. ഈ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ. എന്തിനാ മോനെ നീ വിഷമിക്കുന്നേ? മോൻ എന്തോ ഒരു ജോലിക്കാരിയുമായിട്ട് പോകുന്നതല്ലേ. പോയിട്ട് വാ, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. മോനെ. ആ ഞാനിങ്ങനെ പറയുന്നതിൽ വിഷമം തോന്നല്ലേ മോനെ? ആ, വണ്ടി ഓടിക്കുമ്പോ ഹെൽമെറ്റും ഇല്ലായിരുന്നു. സെൽഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുമായിരുന്നു. വണ്ടി ഓടിക്കുമ്പോ അശ്രദ്ധ പാടില്ല മോനെ. ആരും കൂടെ ഉണ്ടാവണം എന്നില്ല. പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിലുള്ളവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും മോനെ. എന്താ അങ്കിൾ ഇതൊക്കെ? ഞാൻ കാരണം അങ്കിളിന്റെ ഡ്രസ്സ് മുഴുവൻ ചെളിയായി. അതെല്ലാം മറന്നിട്ട് അങ്കിളും എന്നെ പറ്റിയാണോ ചിന്തിക്കുന്നത്? അങ്കിൾ, അങ്കിൾ എന്നെ തല്ലിയിരുന്നെങ്കിൽ ഞാനത് കൊള്ളുമായിരുന്നു. വഴക്ക് പറഞ്ഞെങ്കിൽ അത് സഹിക്കുമായിരുന്നു. ഇനി ചീത്ത പറഞ്ഞാലും അത് ക്ഷമിച്ചേനെ. എന്നാ അങ്കിൾ അങ്ങനെയൊന്നും എന്നോട് ചെയ്തില്ല. മറിച്ച് എന്റെ നന്മയെക്കുറിച്ച് ഓർക്കുന്നേ. അങ്കിൾ, അങ്കിളിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ മനസ്സ് ക്ഷമിക്കില്ല എന്നോട്. അങ്കിൾ എന്റെ കൂടെ വാ. എവിടേക്കാ മോനെ? വരൂ അങ്കിളെ. എങ്ങോട്ടേക്കാ? അതൊക്കെ ഞാൻ പറയാം. വാ, വരൂ അങ്കിൾ. അങ്കിൾ എന്റെ കൂടെ വന്നാ മതി. വാ അങ്കിളെ. മോനെ പ്ലീസ് മോനെ, ഞാൻ പറയുന്നത് കേക്ക്. എല്ലാം എന്നെ എന്തിനാ പറയാം, ഇങ്ങോട്ട് വന്നേ. വിളിച്ചോണ്ടുവന്നത്? മോനെ ചേട്ടാ, അങ്കിളിനെ പറ്റി നല്ലൊരു ഷർട്ട് കാണിച്ചേ. ഇപ്പൊ എന്തിനാ ഇതൊക്കെ? അങ്കിൾ പ്ലീസ് ഇതൊന്ന് നോക്കി. ഇത് ഈ കളർ മാച്ച് ആവുന്നില്ല. ഈ ഷർട്ട് അങ്കിളിന് സൂപ്പർ ആയിട്ടുണ്ട്. നന്നായിട്ട് മാച്ച് ചെയ്യും. ചെന്ന് മോനെ, മാറ്റി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചെല്ല അങ്കിളെ, മോനെ. മാറ്റിട്ട് വാ. ബാഗൊക്കെ ഞാൻ വച്ചോളാം. അങ്കിൾ പോയി മാറ്റിട്ട് വാ. വേഗം 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 ചെല്ല്.
അങ്കിളെ, അങ്കിൾ സൂപ്പർ ആയിട്ടുണ്ട് അങ്കിൾ. ഈ ഷർട്ട് അങ്കിളിന്റെ അടിപൊളിയായിട്ടുണ്ട്. കിടിലോ കിടിലോ. ഈ ദിവസം ഞാൻ മറക്കില്ല മോനെ. അതെന്താ അങ്കിളെ, ഞാൻ ദേഹത്തെ ചെളിതെറിപ്പിച്ചോണ്ടാ? അതല്ല മോനെ, ഇന്നത്തെ ദിവസം എന്റെ ജന്മദിനമാണ്. അങ്കിൾ, അങ്കിൾ എന്താ അത് പറയാത്തത്? ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. താങ്ക് യു മോനെ. ഈ നിമിഷം വരെ എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. റോങ് ടൈമിൽ അങ്കിളിനെ കണ്ടുമുട്ടിയല്ലോ എന്ന്. അങ്കിളെ, എന്നാ റൈറ്റ് ടൈമിലാണെന്നും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നടക്കേണ്ടത് എന്തായാലും നടന്നു കഴിഞ്ഞു. പക്ഷേ അങ്കിളിന്റെ ബർത്ത്ഡേ അന്ന് ഞാൻ അറിയാതെ തന്നെ അങ്ങേ കണ്ടുമുട്ടിയതും എന്റെ കൈകൊണ്ടും അങ്കിളിന് ഷർട്ട് വാങ്ങി തന്നതും സത്യത്തിലെല്ലാം സർപ്രൈസ് ആയിട്ട് തോന്നുന്നു എനിക്ക്. താങ്ക് യു മോനെ. അങ്കിൾ, ഞാൻ അവിടെ കൗണ്ടറിന്റെ അടുത്തുണ്ടാവും, അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ? അനിയ, ആ ബാഗിങ് എന്ന്. എക്സ്ക്യൂസ് മീ. അങ്കിളെ, അപ്പൊ ഞാൻ ഇറങ്ങാണ്. പിന്നെ ഒരു കാര്യം, ഹെൽമറ്റ് ധരിക്കാൻ മാത്രം മറന്നു പോകരുത്. ശരി, അതെങ്ങനെ മറക്കും അങ്കിളെ? അങ്കിളിന്റെ ജന്മദിനത്തെ സാക്ഷിയാക്കി പറയാ ഞാൻ. ഇനി ഒരിക്കലും ഹെൽമെറ്റ് ഇല്ലാതെ ഞാൻ വണ്ടി ഓടിക്കില്ല. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോണിലും സംസാരിക്കില്ല. എന്താ പോരെ അങ്കിളെ? ഗുഡ്. എന്നാ ശരി അങ്കിൾ. പെണ്ണായാൽ കണ്ണിലുണ്ട് താളം, പെണ്ണിന്റെ നടനടയ്ക്ക് താളം, പെൺപൂവിൻ ഇതളിലുണ്ട് താളം, പെൺമോഹം അഴക് തഴുകും താളം, ചിരിപ്പ് താളം, നടപ്പ് താളം, പെൺവഴക്കടിച്ചാലതും താളം, പെൺമോടിയ മനസ്സും മറക്കും താളം, പെണ്ണോടിടയും മുളതപ താളം. അമൃത എത്തിയടാ. ഞാൻ അവരെ സമാധാനിപ്പിക്കാം. നിങ്ങൾ ആരും ഒന്നും മിണ്ടരുത്, മനസ്സിലായോ? ഞാനൊരു ബെറ്റ് കെട്ടിയിട്ടുണ്ട്. നീ തീർച്ചയായും യെസ് പറഞ്ഞേ പറ്റൂ. അത് നിനക്ക് അറിയില്ല മോനെ. ബെറ്റ് ആണെങ്കിൽ എനി ടൈം റെഡി. അല്ല, ബെറ്റ് എന്താന്ന് പറ. ആം റെസ്ലിംഗ് കളിയാ. എന്നാ പൊളിക്കാം. അല്ല, ഇവരൊക്കെ എന്താ? എടാ, ആരുമായിട്ടാ ബെറ്റ്? അളിയാ, അവളോ ആയിട്ടാ പറ്റി. എന്തോന്ന്? പെണ്ണുങ്ങളായിട്ടോ? എടാ, എന്നെ കൊണ്ടൊന്നും വയ്യ. പെണ്ണുങ്ങളുടെ നമ്മൾ തോറ്റുപോയാൽ നമ്മുടെ കോളേജിന്റെ മാനത്തിന് പോടാ. പ്ലീസ് അളിയാ പറയുന്നേ. ഹലോ ബോയ്സ്, എന്തു പറ്റി? കളി തുടങ്ങാറായപ്പോ ആലോചിക്കാൻ തുടങ്ങിയോ? തോറ്റുപോകുന്ന പേടിയുണ്ടോ? അളിയാ, നീ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? പോയി കളിക്കണോ വേഗം? ഒന്ന് പോയി. എന്റെ ധൈര്യല്ലേ? അളിയാ പ്ലീസ് അളിയാ, അളിയാ പ്ലീസ് അളിയാ. ശരി മച്ചാ, ഞാൻ റെഡിയാക്കാം. ശരി ശരി. അമർ ഫോമിലേക്ക് വന്നല്ലേ? അവന്റെ സ്പീഡ് കണ്ടല്ലേ? ജയിക്കുന്ന നിങ്ങളാണോ ഞങ്ങളാണോ എന്ന് കളി തുടങ്ങുമ്പോ മനസ്സിലാവും. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ജയിക്കാൻ പാടായിരിക്കുന്ന തോന്നുന്നു. നോക്ക്, ഇത് ചീറ്റിംഗ് ആണേ. എല്ലാരും കൂടി ഇങ്ങനെ കൈവച്ചു കഴിഞ്ഞാ
എത്ര പെണ്ണുങ്ങളായാലും നിങ്ങൾക്കെന്താ? ഞങ്ങള് ബെറ്റ് വെച്ചത് അമർ വേഴ്സസ് ഗേൾസ് എന്ന് തന്നെയല്ലേ? ഓ ഉം. അയ്യ, അമറിന്റെ കാര്യം പോക്കാണെന്നാ തോന്നണ. എന്തുകൂടെ അവൻ മനപ്പുറത്ത് തോറ്റു കൊടുക്ക. ഇവൻ എന്തായി കാണിച്ചേ? എല്ലാം പോയി. നമ്മുടെ മാനം കളഞ്ഞല്ലോ. എന്താടാ അവളുമാരുടെ മുന്നിൽ മാനം പോലടാ. തോറ്റു കൊടുത്തില്ലടാ നീ. നീ മനപ്പുറം തോറ്റു കൊടുത്തല്ലടാ. ഡാ, 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 ഒന്ന് അടങ്ങ എന്റെ മച്ചന്മാരെ. ജയിച്ചത് ആരാ മോനെ? നമ്മുടെ കോളേജിലെ പെമ്പിള്ളാര്. അവളുമാരെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ച പോലെ അല്ലടാ. ശരി, ആ കാശം കൊടുത്തേക്ക്.